ഇടുക്കിയിലും മൂന്നാറും അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ എത്ര തവണ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കേൾക്കുന്നത്. ഏറ്റവും മുകളിൽ കാണുന്ന തട്ടാണ് നമ്മുടെ റിസോർട്ടിന് താഴെയുള്ള തട്ട് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ സിപ്പ് ലൈനെ കൂടെ ആൾ പോകുന്നുണ്ടോ, എന്നാ ഹൈറ്റിലാന്ന് നോക്കി. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം ഇവിടെ മഴയായിരുന്നുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിൽ വെള്ളമുണ്ട് കേട്ടോ. ഇത്രയും ഭീകരമായ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ റൂമിലിരുന്ന് കാണാം എന്നുള്ളതാണ് ഈ റിസോർട്ടിൻ്റെ ഹൈലൈറ്റ്. ഉണ്ട് പൊന്മുടി ഡാമിലെ ബോട്ടിംഗ് ആണ്, സ്പീഡ് ബോട്ട്. റിസോർട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ് നമ്മൾ ആദ്യം കാണുന്നത് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു DotGreen. അപ്പോൾ നമ്മൾ ഇന്ന് വീണ്ടും മൂന്നാറിലാണ്. മൂന്നാറിൽ നമ്മൾ എത്ര വർഷം നിന്ന് നമുക്ക് തന്നെ അറിയത്തില്ല. പക്ഷേ ഇവിടെ ഒരു പുതിയ വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു റിസോർട്ടിലേക്കാണ് നമ്മളിന്ന് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ അരുവി റിസോർട്ട്. അപ്പോൾ അരുവി റിസോർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറകെ കാണുന്നതുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിലാണെന്ന് തന്നെ പറയാം. വെള്ളച്ചാട്ടത്തിന് നേരെ സൈഡിലാണ് ഈ റിസോർട്ട് ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇവിടെ ഒരു വെള്ളച്ചാട്ടമല്ല, ഇവിടെ പല വെള്ളച്ചാട്ടമുണ്ട്. നമുക്കെല്ലാം വഴിയെ കാണാം. അപ്പോൾ ഈ റിസോർട്ട് ഇരിക്കുന്ന ലൊക്കേഷൻ കണ്ടോ, ഈ പുറകെ കണ്ടത് വെള്ളച്ചാട്ടവും ഇതാ റിസോർട്ട് ഇരിക്കുന്നത് ഇവിടെ ഉണ്ടോ. റിസോർട്ടിലേക്ക് നമ്മൾ കയറുമ്പോൾ തന്നെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ ആണ് നമ്മൾ ആദ്യം കാണുന്നത് കേട്ടോ. എനിക്ക് ഇതാണ് റിപ്പിൾസ് വാട്ടർഫാൾസ്. എന്നെ വ്യൂ നോക്കിയാൽ റിസോർട്ടിലേക്ക് ഇറങ്ങി വരുമ്പോൾ തന്നെ നല്ല സൗണ്ടാണ് വെള്ളച്ചാട്ടത്തിൻ്റെ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് റിപ്പിൾസ് വാട്ടർഫാൾസ് ആണ്. അപ്പോൾ ഈ വാട്ടർഫാൾസിനോട് ചേർന്ന് ഈ റിസോർട്ട് ഇരിക്കുന്നത്. ഇവിടെ ഒരു വെള്ളച്ചാട്ടമല്ല, അതിനോട് ചേർന്ന് 2-3 വെള്ളച്ചാട്ടങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ 2 ദിവസം ഇവിടെ മഴയായിരുന്നുകൊണ്ട് തന്നെ നല്ല ഫോഴ്സിൽ വെള്ളമുണ്ട് കേട്ടോ. നല്ല അതിശക്തമായ വെള്ളച്ചാട്ടം ശരിക്കും പറഞ്ഞാൽ നിറഞ്ഞൊഴുവാണ്. നമ്മുടെ റൂമിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇത് ബാൽക്കണി റൂമാണ്. ഇവിടെ 3 ടൈപ്പ് റൂമാണുള്ളത്. അതിൽ ബാൽക്കണി റൂമാണ് നമ്മുടെ. ബാൽക്കണിയിൽ നിന്ന് നേരെയുള്ള വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ. നമ്മളപ്പം നമ്മുടെ റിസോർട്ടിൻ്റെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ മാത്രം മാറിയിട്ട് കള്ളിമാലി വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞൊരു സ്ഥലം കേട്ടോ. ഒരു ഹെവി സ്ഥലം നിങ്ങൾക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൽ കാണാം. നോക്കി, ഇടുക്കിക്കാരല്ലാത്ത ആർക്കെങ്കിലും, അതായത് ഈ ഉള്ളതല്ലാതെ ആരെങ്കിലും ഈ സ്ഥലം ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റിലിടണേ. കാരണം ഇടുക്കിയിലും മൂന്നാറും അല്ലെങ്കിൽ ഈ ഭാഗങ്ങളിലൊക്കെ എത്ര തവണ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. എന്നിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്ഥലം കേൾക്കുന്നത്. അപ്പം എന്നെപ്പോലെ തന്നെയാണോ അതോ ഞാൻ കേൾക്കാത്തതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. കള്ളിമാലി വ്യൂ പോയിൻ്റ്, ഈ സ്ഥലത്തെക്കുറിച്ച് അറിയാവുന്നവർ ഒരു കമൻറ്റ് ഇട്ടേക്ക്. അപ്പോൾ ഇതാണ് നമ്മുടെ കള്ളിമാലി വ്യൂ പോയിൻ്റ്. അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ മുന്നേ പറഞ്ഞ പോലെ നമ്മൾ ആദ്യം വന്നിറങ്ങിയ സ്ഥലത്ത് നിന്ന് ഒരു കുറച്ച് താഴേക്ക് ഇറങ്ങുകയാണെങ്കിൽ, താഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡിൽ കൂടെ തന്നെ കുറച്ചുകൂടെ താഴേക്ക് വരുവാണെങ്കിൽ ഇതാ വേറൊരു സ്ഥലം. എല്ലായിടത്തു നിന്നും കിട്ടുന്ന വ്യൂ സെയിം തന്നെയാണ്, പക്ഷേ ആ കാണുന്ന സ്ഥലത്തിൻ്റെ ഒരു വ്യത്യാസമാണേ. അപ്പം കള്ളിമാലി വ്യൂ പോയിൻറ്റിൽ വരിക. ഇവിടെ ഇടുക്കി ഈ രാജാക്കാട് ഈ ഭാഗത്തൊക്കെ വരുന്നവർ ഈ ഒരു സ്ഥലം കൂടെ വന്ന് കണ്ടിട്ട് പോകാൻ മറക്കരുത്. ഇവിടെ ടിക്കറ്റൊന്നുമില്ല, ഇവിടെ അങ്ങനെ മോണിറ്റർ ചെയ്യാൻ ആൾക്കാരൊന്നുമില്ല. താഴേക്ക് ഇറങ്ങരുത്, വലിയ കൊക്കയാണ്. അപ്പം കൊക്കയും ഒക്കെ വന്ന് കണ്ട് ആസ്വദിച്ചിട്ട് പോവുക. കണ്ടോ, ഇതാണ് നമ്മൾ പൊന്മുടി ഡാമിലെത്തി കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ വേറെയും കുറേ സ്ഥലങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ, അതിലൊന്നാണ് ഈ പൊന്മുടി ഡാം. നമുക്ക് ഈ ഡാമിന് മേളിൽ കൂടെ വണ്ടി ഓടിച്ച് വരികയും ഇവിടെ ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആ പുറകിൽ ആ മുകളിൽ കാണുന്ന അതാണ് ബോട്ടിംഗ് ടിക്കറ്റ് കൗണ്ടർ. അതായത് നമ്മൾ വന്ന വഴിക്കുന്ന ഡാം എത്തുന്നതിന് മുന്നേ ആ കാണുന്നില്ലേ, അവിടെ വെച്ചിട്ട് ടിക്കറ്റ് എടുത്തിട്ട് വേണം ബോട്ടിങ്ങിന് പോകേണ്ടവർക്ക് പോകാൻ വേണ്ടിയിട്ട്. അതല്ലാത്തവർക്ക് വേണമെങ്കിൽ ഈ ഡാമിന് മുകളിൽ കൂടെ പാസ് ചെയ്ത് പോകാം. അത് ഡാമിൻ്റെ മുകളിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ്. അത് എനിക്ക് തോന്നുന്ന വെള്ളച്ചാട്ടം അല്ലെന്ന് തോന്നുന്നു. ഡാമിൻ്റെ സ്പിൽവേ ആവാൻ സാധ്യതയുണ്ട്, കാരണം ഇത് ഷട്ടറില്ലാത്ത ഡാമാണ്. എനിക്ക് ഉണ്ട് പൊന്മുടി ഡാമിലെ ബോട്ടിംഗ് ആണ്, സ്പീഡ് ബോട്ട്. മൂന്നാറിലെ തിരക്കുകളിൽ നിന്നൊക്കെ മാറിയിട്ട് നമുക്ക് പിന്നെ ഈ സ്ഥലങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. കാരണം ഇത് ഈ കുഞ്ചിത്തണ്ണി ഏരിയ ആണ്. അപ്പോൾ ഇവിടെ പിന്നെ മൂന്നാറിൽ ശരിക്കും പറഞ്ഞാൽ അവധി ദിവസങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള റിസോർട്ടുകളിലൊക്കെ വന്ന് താമസിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചുറ്റുവട്ടത്ത് ഇതുപോലത്തെ നമ്മൾ ഇനിയും മൂന്നാറിൽ അറിയപ്പെടാത്ത ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ റൂമേ കണ്ടോ. കയറി വരുമ്പോൾ തന്നെ ഇവിടെ ഒരു ചെറിയ സ്പേസ് കാര്യങ്ങൾ. അത് കഴിഞ്ഞ് എന്താ വലിയൊരു റൂം, ശരിക്കും പറഞ്ഞാൽ നല്ല വലിപ്പമുള്ളൊരു ബെഡ്റൂം. അതുപോലെ ഇതേ ബാൽക്കണി. അപ്പോൾ ഇതാണ് റിപ്പിൾ വാട്ടർഫാൾസ്. അതിനകത്തെ
അരുവി റിസോർട്ടിൻ്റെ ബാൽക്കണി റൂം. പിന്നെ TV കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവിടെ വാർഡ്രോബും ഒരു ലോങ് ടേബിളും കോഫി മേക്കറും ഒക്കെ ഉണ്ട് റൂമിൽ നമുക്ക്. പിന്നെ ഇതാണ് ബാത്റൂം. അത്യാവശ്യം വലിപ്പമൊക്കെ ഉള്ളൊരു ഡീസൻറ്റ് ബാത്റൂം. ഇത് നമ്മുടെ അരുവി റിസോർട്ടിൻ്റെ ഒരു നൈറ്റ് ആംബിയൻസ് ആണ്. ഇവിടെ പുറത്തിറങ്ങിയെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഫുള്ള് വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട്. വെള്ളച്ചാട്ടത്തിൻ്റെ എന്നാ പറയണ്ടത്, അതിശക്തമായ എരപ്പ് മാത്രമേ കേൾക്കാനുള്ളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, അത്രയ്ക്ക് എരപ്പാണ് ബാക്ക്ഗ്രൗണ്ടിൽ കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്ന് ഓർഡർ ചെയ്തിരിക്കുന്നത് പിന്നെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ആണ്. ചിക്കൻ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും പിന്നെ ചപ്പാത്തിയുണ്ട്. ഞങ്ങൾ 2 പേരല്ലേ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡിന്നറിന് ഇതാണ് ഓർഡർ ചെയ്തേക്കുന്നത്. ഇത് ഇവിടുത്തെ സെപ്പറേറ്റ് ആയിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടികളൊക്കെ കഴിഞ്ഞു, നമ്മൾ ഡിന്നറൊക്കെ കഴിച്ചു. ഇനി റിസോർട്ടിൻ്റെ വിശദമായ കാഴ്ചകളൊക്കെ നാളെ രാവിലെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നമ്മൾ രാവിലെ റൂമിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പം കാണുന്ന കാഴ്ചയാണ്. ഓക്കെ, ഓ എനിക്ക് ഇത്രയും ഭീകരമായ ഒരു വെള്ളച്ചാട്ടം നമ്മുടെ റൂമിലിരുന്ന് കാണാം എന്നുള്ളതാണ് ഈ റിസോർട്ടിൻ്റെ ഹൈലൈറ്റ്. വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ട് നമ്മൾ കുന്നും മലയും കയറി ഇറങ്ങിയൊന്നും പോകണ്ട, നേരെ ബാൽക്കണിയിൽ ഇറങ്ങിയിരുന്നാൽ മതി. ഉണ്ടോ, രാവിലെ ചെറിയ മഴയും മഴക്കാറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, അതൊക്കെ അങ്ങോട്ട് മാറി തെളിഞ്ഞ് വരുന്നുണ്ട്. എനിക്ക് രാത്രി മഴ പെയ്തുകൊണ്ട് തന്നെ വെള്ളച്ചാട്ടത്തിൽ നല്ല സ്ട്രോങ് ആയിട്ട് വെള്ളം വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ സിപ്പ് ലൈനെ കൂടെ ആൾ പോകുന്നുണ്ടോ, എന്നാ ഹൈറ്റിലാന്ന് നോക്കി. അപ്പോൾ ഇവിടെ സ്റ്റാൻഡേർഡും അതുപോലെ നമ്മുടെ ബാൽക്കണി റൂമും കൂടാതെ ഒരു സ്യൂട്ട് റൂമും കൂടി ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതാണ് ഈ റൂം. ഇതൊരു സെപ്പറേറ്റ് ബിൽഡിംഗ് പോലെ ഈ സൈഡിലേക്ക് മാറിയിട്ടാണേ. ഉണ്ടോ, വലിയൊരു റൂം. അപ്പോൾ ഇതാ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറൊക്കെ സോറി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു ബാത്റൂം അതുകൊണ്ടല്ലേ, അപ്പോൾ ഇവിടെ ഒരു സ്ലൈഡിങ് ഡോറൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ബാത്റൂമിന്. പിന്നെ അതുപോലെ ഇതാ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റൂം. പിന്നെ ഇവിടെ കിച്ചൻ്റെ ഫെസിലിറ്റി ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പം കിച്ചൺ സാധനങ്ങളൊന്നുമില്ല, ഈ സ്പേസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇവിടെ പോരാത്തന്നെ ഈ റൂമിൽ നിന്നുള്ള വ്യൂ, ഇതിന് ബാൽക്കണി ഇല്ല കേട്ടോ. ഈ റൂമിൽ നിന്നുള്ള വ്യൂ ഇതുണ്ടോ, സ്വിമ്മിംഗ് പൂളിലോട്ടുള്ള വ്യൂവും അതുപോലെ വാട്ടർഫോളിലോട്ടുള്ള വ്യൂവും ഇതിൻ്റെ വിൻഡോയിൽ കൂടെ കിട്ടും കേട്ടോ. അപ്പോൾ ഈ റൂമിൻ്റെ റേറ്റ് വരുന്നത് ശരിക്കും ബാൽക്കണി റൂമിനെക്കാട്ടിലും റേറ്റ് ഈ റൂമിന് കുറവാണ്. അപ്പം ഇപ്പം പ്രൊമോഷണൽ ഓഫറൊക്കെ ഉണ്ട്. അപ്പോൾ ഇവർ റിസോർട്ട് സ്റ്റാർട്ട് ചെയ്ത് വന്നതല്ലേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ റൂമിന് ഏതാണ്ട് 3500 രൂപയാണ് ഈ റൂമിന് ചാർജ് വരുന്നത്. അതുപോലെ നമ്മൾ താമസിച്ച ബാൽക്കണി റൂമിന് 4500 രൂപയാണ് ഇപ്പം പ്രൊമോഷണൽ ഓഫറിൽ കൊടുക്കുന്നത്. പ്രൊമോഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരിപ്പം റിസോർട്ട് സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ഓഫറിലാണ്. സീസൺ അനുസരിച്ച് ഇത് മാറും. എനിക്ക് തോന്നുന്നു ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്കും റേറ്റ് കുറച്ചും കൂടെ കൂടാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ സ്റ്റാൻഡേർഡ് റൂം സാധാരണ ബാൽക്കണി ഇല്ലാത്ത നമ്മൾ താമസിച്ച സെയിം റൂമുണ്ടല്ലോ, അതിൻ്റെ ബാൽക്കണി ഇല്ലാത്ത വേർഷന് വരുന്നത് പിന്നെ 3000 രൂപയാണ്. അപ്പം 3000 രൂപ സ്യൂട്ട് റൂമിന് 3500, ബാൽക്കണി റൂമിന് 4500. അങ്ങനെയാണ് ഇവിടുത്തെ റിസോർട്ടിൻ്റെ ചാർജ് വരുന്നത്. പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ സീസൺ അനുസരിച്ച് വേരിയിങ് ആണ് റേറ്റ്. അപ്പോൾ ഇതാണ് കേട്ടോ ഇവിടുത്തെ സ്വിമ്മിംഗ് പൂള്. എനിക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു വലിയ സ്വിമ്മിംഗ് പൂള് തന്നെയാണ്. ഇവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻ ഒന്നുമില്ല. സ്വിമ്മിംഗ് പൂൾ ഇത്ര ടൈം മുതൽ ഇത്ര ടൈം വരെ ഒന്നുമില്ല, ഏത് സമയത്ത് വേണമെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ ചാടാം. എനിക്ക് തോന്നുന്നത് കുട്ടികൾക്ക് സെപ്പറേറ്റ് സെഷൻ ഉള്ളതായിട്ട് തോന്നുന്നില്ല, പക്ഷേ മൊത്തത്തിൽ ഒരേ ആഴം തന്നെയാണ് കേട്ടോ. ഇതുണ്ട്, ഇത് ഈ റിസോർട്ടിൻ്റെ ഭാഗം തന്നെയാണ്. ഇത് ഇവിടെ ഒരു ചെറിയ സെപ്പറേറ്റ് വീട് പോലെ. അപ്പോൾ മൊത്തം 4 സ്റ്റാൻഡേർഡ് റൂം ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതിൽ 2 സ്റ്റാൻഡേർഡ് റൂം ഇവിടെ സെപ്പറേറ്റഡ് ആണ്. അതായത് സെപ്പറേറ്റ് ആയിട്ട് കൊടുത്തേക്കാണ്. ശരിക്കും പറഞ്ഞാൽ ബാച്ചിലേഴ്സിനൊക്കെ വേണമെങ്കിൽ ഇതുണ്ടോ ഇവിടെ വന്ന് താമസിക്കാം. ഇത് കണ്ടില്ല, ഇത്രയും ദൂരെയാണ് നമ്മുടെ റിസോർട്ട്. അതായത് റിസോർട്ടിൻ്റെ അവിടുന്ന് കുറച്ചിങ്ങോട്ട് മാറിയിട്ടാണ് ഈ 2 സ്റ്റാൻഡേർഡ് റൂം ഉള്ളത്. കാരണം ഇവിടെ ബാച്ചിലേഴ്സൊക്കെ സെപ്പറേറ്റ് ആയിട്ട് വന്ന് താമസിക്കുകയാണെങ്കിൽ ബാച്ചിലേഴ്സിനും ബുദ്ധിമുട്ടില്ല, റിസോർട്ടിൽ താമസിക്കുന്ന ഫാമിലിക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ 2 റൂം മാറി. എന്നാൽ അത് കുറച്ചും കൂടെ ഇതുണ്ടല്ലേ, ഈ ഞാൻ മുന്നേ അറിഞ്ഞില്ലേ സൈഡിൽ കൂടെ ഒരു ചെറിയ ചാല് വരുന്നുണ്ട്, ഒരു ചെറിയ വെള്ളച്ചാട്ടം ഉണ്ടെന്ന്. അപ്പോൾ അതിനോട് കുറച്ചും കൂടെ ചേർന്നിട്ടാണ് ഇതുള്ളത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഒറ്റയ്ക്കേ ഉള്ളൂ. ഞാൻ ഒറ്റയ്ക്കെന്ന് പറഞ്ഞാൽ ഞാനും ഇതിനും
തന്നെയല്ല രാവിലെയാണ്, അത്യാവശ്യം തണുപ്പൊക്കെ ഉണ്ട്. ഞാൻ പൊതുവേ ചെറിയ മടിയനും കൂടെ ആയതുകൊണ്ട് ഞാൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. അല്ലെങ്കിൽ ഒരു ഉച്ച സമയത്തോ അല്ലെങ്കിൽ ഉച്ച കഴിഞ്ഞൊക്കെ ആണെങ്കിൽ വെള്ളത്തിലിറങ്ങി തകർക്കാൻ പറ്റിയ സ്ഥലമാണ്. ഈ വെള്ളച്ചാട്ടത്തിൽ ഇറങ്ങിയിരുന്ന് നനയോ കുളിക്കോ ചാടാൻ പറ്റത്തില്ല, കാരണം ഫുള്ള് പാറയാണ്. അപ്പോൾ ചാടുമ്പോൾ സൂക്ഷിച്ചോളൂ. ഈ ഭാഗത്തൊക്കെ ഉണ്ടോ, ഈ താഴ്ഭാഗത്തൊക്കെ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. അതുകൊണ്ട് ചെറിയ കുട്ടികളെയും കൊണ്ട് ഇറങ്ങുമ്പോൾ നമ്മൾ കൂടെ ഇല്ലാതെ തന്നെ കുട്ടികളെ ഇറക്കി വിടുകയും ചെയ്യരുത്. പിന്നെ മുകളിലോട്ട് വലിഞ്ഞ് കയറാൻ ശ്രമിക്കരുത്. പാറയാണ്, തെന്നി വീണ് കഴിഞ്ഞാൽ തലയിടിക്കുകയോ അല്ലെങ്കിൽ അപകടം ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പാറയെക്കൊണ്ടൊന്നും വലിഞ്ഞ് കയറരുത് കേട്ടോ, ഒരു കാരണവശാലും. അപ്പോൾ ഇതാണ് നമ്മുടെ റെസ്റ്റോറൻറ്റ്. അതുണ്ടോ, ഞാൻ മുന്നേ പറഞ്ഞില്ലായിരുന്നോ റെസ്റ്റോറൻറ്റും വാട്ടർഫോൾ വ്യൂ ആണെന്ന്. നോക്കിയേ, ഞാൻ മുന്നേ പറഞ്ഞ പോലെ റെസ്റ്റോറൻറ്റിൽ ഇരുന്നിട്ടുള്ള കാഴ്ചയാണിത്. നോക്കിയേ, ഇത് റിസോർട്ടിൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ അരുവിയുടെയും ബൗണ്ടറിയാണേ. നോക്കിയേ, ഓ നോക്കി, ഇവിടുന്ന് താഴേക്ക് ഒരു വെള്ളച്ചാട്ടമാണ് കേട്ടോ. ഇവിടെ നിന്നാൽ കാണത്തില്ലത്. ഇത് ഞാൻ പറഞ്ഞില്ലായിരുന്നോ 2-3 തട്ടായിട്ട്. ഇവിടെ ഒരു തട്ട്, അതിന് താഴെ അതിലും വലിയൊരു വെള്ളച്ചാട്ടം. ഇങ്ങോട്ടേക്ക് ഒരു 3-4 തട്ടായിട്ടാണ് കേട്ടോ. വെറുതെ അല്ല ഇതിന് റിപ്പിൾസ് എന്ന് പേര് വന്നേക്കുന്നത്. ഇതുകൊണ്ടോ, ഇവിടെ ഒരു തട്ട്, അതിന് താഴെ വേറൊരു വലിയ തട്ട്, ഇവിടെ കുഞ്ഞിത്തട്ട്, അതിന് മേളിലാണ് ആക്ച്വലി നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇറങ്ങുന്ന ആ സ്ഥലം. നമുക്ക് ശരിക്കും പറഞ്ഞാൽ വെള്ളം കുറയുമ്പോൾ ഇവിടുന്നും ഈ ഭാഗത്തും വേണമെങ്കിൽ ഇറങ്ങാൻ പറ്റും. ഇപ്പോൾ ഇറങ്ങുന്നത് ഇത്തിരി ഡേഞ്ചറാണ്, കാരണം വെള്ളമുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ. അപ്പോൾ ഒഴുക്കിലങ്ങനെ പെട്ടുപോയാൽ റിസ്ക്കാണ്. അതുകൊണ്ട് ഈ സമയത്ത് ഇറങ്ങാൻ പാടില്ല. വെള്ളം കുറയുമ്പോൾ ഇവിടെയൊക്കെ ഇറങ്ങാൻ പറ്റും. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരു ചെറിയ ബുഫയാണ്. വേണമെങ്കിൽ ഒരു കൊച്ചു കോണ്ടിനെൻ്റൽ പ്ലസ് നാടൻ എന്ന് വേണമെങ്കിൽ പറയാം. ഇത് പാഷൻ ഫ്രൂട്ട് ജ്യൂസ്, അതുപോലെ ചോക്കോ മിൽക്കും ഇതൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡും ജാമും ഉണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഒരു കോണ്ടിനെൻ്റൽ സ്റ്റൈലെന്ന്. ഇതുണ്ടല്ലേ ഓംലെറ്റ്. എന്നാൽ അതിനകത്ത് നാടൻ കയറി വരുന്നത് ഇഡ്ഡലിയും സാമ്പാറും അതുപോലെ പുട്ടും പഴം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഒരു കോണ്ടിനെൻ്റൽ പ്ലസ് നാടൻ. അപ്പോൾ നമ്മളിപ്പം ബ്രേക്ക്ഫാസ്റ്റ് ജസ്റ്റ് കഴിച്ച് കഴിഞ്ഞിരുന്നു. അപ്പോൾ ഒരു ഡീസൻറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അത് നമ്മുടെ ഏത് റൂം ഏത് പാക്കേജ് എടുത്താലും അതിന് കൂടെ കോംപ്ലിമെൻ്ററി ആണ് ഈ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇതാണ് ഞാൻ മുന്നേ പറഞ്ഞ വാട്ടർഫോൾ വ്യൂ റെസ്റ്റോറൻറ്റ്, വാട്ടർഫോൾ വ്യൂ റിസോർട്ട് എന്ന് പറഞ്ഞ പോലെ. ഇതുണ്ടല്ലേ, ഇവിടെ കഴിച്ചുകൊണ്ട് വെള്ളച്ചാട്ടം കണ്ടുകൊണ്ട് നമുക്ക് കഴിക്കാം. ഇതുകൊണ്ട് ആ കാണുന്നതാണ് വെള്ളച്ചാട്ടം. കണ്ടോ, ഈ റിസോർട്ടിൽ എങ്ങോട്ട് തിരിഞ്ഞാലും വെള്ളച്ചാട്ടമാണേ. നോക്കി, ഞാൻ മുന്നേ കാണിച്ചു വന്നതുപോലെ ചെറിയൊരു വെള്ളച്ചാട്ടം ഇവരുടെ ഈ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ പ്രൈവറ്റ് വെള്ളച്ചാട്ടം വേണമെങ്കിൽ പറയാം, കാരണം ഒരു ചാലിക്കൂടെ ഒഴുകി വരുന്ന ആണ്. അതുപോലെ ഇതിന് ഫ്രണ്ടിൽ റിപ്പിൾസ് മെയിൻ വാട്ടർഫാൾസ്, പിന്നെ താഴേക്ക് വലിയൊരു വെള്ളച്ചാട്ടം വേറെയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് പോയി കാണാം. അപ്പോൾ പൊളി ആംബിയൻസിൽ ചെയ്തേക്കുന്ന റിസോർട്ട് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എണീറ്റ് അങ്ങോട്ട് തിരിഞ്ഞ് നോക്കിയാലും വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ടും ഒരു രക്ഷയില്ല കേട്ടോ. അന്യായം എന്നുവെച്ചാൽ ഇതത്ര ഹെവി ബഡ്ജറ്റ് കാറ്റഗറിയിൽ വരുന്നതല്ല. നമുക്കൊരു എന്താ പറയുക, ഒരു ബഡ്ജറ്റ് റിസോർട്ട് എന്ന് വേണമെങ്കിൽ പറയാം. മുമ്പേ നമ്മൾ റിപ്പിൾസ് വാട്ടർഫാൾസ് എന്ന് പറഞ്ഞില്ലേ, അത് റിപ്പിൾസ് എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല തട്ടുകളായിട്ട് പോകുന്നതുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ഏറ്റവും മുകളിൽ കാണുന്ന തട്ടാണ് നമ്മുടെ റിസോർട്ടിന് താഴെയുള്ള തട്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലാണ് നമ്മുടെ വേറൊരു തട്ടുള്ളതാണ് നമ്മുടെ റിപ്പിൾ വാട്ടർഫാൾസിലേക്ക് ടിക്കറ്റൊക്കെ കൊടുത്ത് ഇറങ്ങുന്ന സ്ഥലം. ഒരു രക്ഷയില്ല കേട്ടോ, അന്യായ വ്യൂ, ഹെവി എന്ന് പറയാം. നമുക്ക് ആ വാട്ടർഫാൾസിൻ്റെ ഫുൾ സൗന്ദര്യം നമുക്ക് കാണണമെങ്കിൽ അതിന് പറ്റിയൊരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത്. അപ്പോൾ ആ താഴെ കാണുന്നത് അവിടുന്ന് ആ ഒരു നീല നിറത്തിൽ ഇത് കാണുന്നത്, അവിടുന്ന് നമുക്ക് ചെയറിൽ പോകാം. അതായത് ഇതിന് കുറുകെ ചെയറിൽ പോകാം. അതുപോലെ ഇതിന് നമ്മൾ നിൽക്കുന്ന ഈ ടവറിന് താഴേന്ന് നേരെ സാധാരണ സിപ്പ് ലൈനും ഉണ്ട്. ഇതുണ്ട്, ഇതാണ് ആ വെള്ളച്ചാട്ടത്തിന് മുകളിൽ കൂടെ പോകുന്ന സിപ്പ് ലൈനിൽ ചെയർ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല. 2 ഓപ്ഷൻ ഉണ്ട്, ഒന്നുകിൽ ഈ ചെയർ അല്ലെങ്കിൽ നോർമൽ സിപ്പ് ലൈൻ. അപ്പോൾ ഇത് രണ്ടിനും 500 പെർ ഹെഡ് ആണ് റേറ്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ കാണുന്ന വ്യൂ പോയിന്റ് ഇവിടെ നിൽക്കുന്ന ഈ സ്ഥലത്തില്ല, ഇവിടുന്ന് ടിക്കറ്റ് എടുത്ത് കയറിയാൽ മതി. ഇത് റോഡ് സൈഡിൽ തന്നെയാണ്. അപ്പോൾ നമ്മുടെ അരുവി റിസോർട്ടിൽ ഒരു അടിപൊളി സ്റ്റേ കഴിഞ്ഞിട്ട് നമ്മൾ ചെക്കൗട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്നാറിൽ ഫാമിലിയായിട്ട് വന്ന് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു അടിപൊളി ബഡ്ജറ്റ് സ്റ്റേ.
അതും നല്ല വാട്ടർഫോളിൻ്റെ വ്യൂ അല്ലെങ്കിൽ വാട്ടർഫോളിൽ ഇറങ്ങി കുളിക്കാനൊക്കെ ആയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സ്റ്റേ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്. ഫാമിലി ട്രിപ്പും അല്ലെങ്കിൽ റിസോർട്ട് വീഡിയോസും, പിന്നെ ഏറ്റവും കൂടുതൽ വൈൽഡ് ലൈഫ് ട്രെക്കിങ്ങും അതുപോലെ ഫോറസ്റ്റ് സ്റ്റേയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ താല്പര്യമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. ബൈ.